അല്ലെ? കുട്ടികളെ കറങ്ങാൻ കൊണ്ടുപോയവരില്ലേ? ഇപ്രാവശ്യം അവധി കിട്ടിയപ്പോ, ലീവ് കിട്ടിയപ്പോ കുട്ടികളെ കറങ്ങാൻ കൊണ്ടുപോയില്ലേ? മനുഷ്യന്മാരെ. അല്ലാ, 3 ദിവസം വാലിന് ഡേറ്റ് കൊടുക്കാതെ ഞാൻ എന്റെ മക്കളെ കറങ്ങാൻ കൊണ്ടുപോയി. അറിയോ നിങ്ങൾക്ക്? 3 ദിവസം വാലിന് ഡേറ്റ് കൊടുക്കാതെ വിളിച്ചവരോട് ഞാൻ പറഞ്ഞു, 3 ദിവസം എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു. 3 ദിവസം എന്നെ കിട്ടൂല. കാരണം എന്റെ മക്കളെ എനിക്ക് കൂട്ടിയിട്ട് ഓരെ ഒന്ന് കറക്കാൻ കൊണ്ടുപോകണം. കാരണം എന്താ അറിയോ? പിന്നെ സ്കൂള് തുടങ്ങിയാൽ ചിലപ്പോ മഴക്കാലം വന്നാല് ബാപ്പക്ക് ഒഴിവുണ്ടാവും, വാതിന് കുറച്ച് ഒരു ഒഴിവുണ്ടാവും. മഴക്കാലം വന്നാൽ അല്ലെ? നിങ്ങൾക്ക് ഒഴിവുണ്ടാവില്ലേ? ഇയാൾക്കും എനിക്കൊക്കെ കുറച്ചൊക്കെ വിശ്രമം കിട്ടുന്നത് മഴക്കാലത്താണ്. എന്നാ പിന്നെ സൗണ്ട് ബോക്സിന്റെ ആവശ്യം വരൂല. എന്നാൽ ആ സമയത്ത് എനിക്ക് ലീവ് കിട്ടുമ്പോ കുട്ടികൾക്ക് ലീവ് ഉണ്ടാവില്ല. സ്കൂൾ തുടങ്ങും, അവർക്ക് ലീവ് ഉണ്ടാവുമ്പോ നമുക്ക് ലീവ് ഉണ്ടാവില്ല. അതുകൊണ്ട് 3 ദിവസം ലീവ് ആക്കിയിട്ട് എന്നെ കൊണ്ടുപോയി നാട് കാണിക്കാൻ കൊണ്ടുപോയി. സിയാറത്തൊക്കെ എവിടേക്ക് കൊണ്ടുപോയി എന്നൊരു ചിന്ത ഉണ്ടാവും നിങ്ങൾക്ക് അല്ലേ? അങ്ങനെ ഉണ്ടാവാ? അത് പറയില്ല. കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ, എല്ലായിടത്തും കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ കൊണ്ടുപോകുമ്പോ കുട്ടികൾക്ക് ഏറ്റവും താല്പര്യം എവിടെയാ? നിങ്ങൾ പറയും. വേറെ എവിടെ വരെ കൊണ്ടുപോയിട്ട് കാര്യമല്ല. അവർക്ക് ഏറ്റവും താല്പര്യം എവിടെയാണെന്ന് പറയും. നിങ്ങൾ പറയും. അതന്നെയാണ് മറുപടി. പറയും ചങ്ങന്മാരെ, കേൾക്കണില്ല. ബീച്ച്, പിന്നെ പാർക്ക്, പിന്നെ സൂ, പിന്നെ അതാണ്. കാരണം എന്താണെന്നറിയോ? ഈ പാർക്കിലും ബീച്ചിലും ഇല്ലാത്തത് അവിടെ ഉള്ളത് വെള്ളച്ചാട്ടം. അല്ലേ? വെള്ളച്ചാട്ടം ഇല്ലേ? കുട്ടികളെ കുറച്ചു നേരം വെള്ളത്തിൽ കളിക്കാൻ വിട്ടാൽ അവർക്ക് അത് മതി. പിന്നെ വേറൊന്നും വേണ്ട. ഒരിടത്തേക്ക് കൊണ്ടുപോകണ്ട, ഒരു മോൾക്കും കൊണ്ടുപോകണ്ട, ഒന്നും വേണ്ട. അവർക്കിപ്പോ കാര്യമായിട്ട് എന്താന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കളിക്കണം. അതുകൊണ്ട് വാട്ടർഫാൾസ്, വെള്ളച്ചാട്ടം, അവിടെ പോയി അല്ലെ? സ്വിമ്മിങ് പൂൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ജീവപ്പെടും അല്ലേ? അതുകൊണ്ടാണ് നമ്മളെ വീടുകളിലൊക്കെ ആർട്ടിഫിഷ്യൽ സ്വിമ്മിങ് പൂൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, കുട്ടികളെ ബാത്റൂമിൽ കൂടുതൽ കളിക്കാൻ വിടാൻ പാടില്ല. ഉമ്മമാരോട് ഞാൻ പറയാം, ഒരു പക്ഷേ സ്വിമ്മിങ് പൂള്, ആർട്ടിഫിഷ്യൽ സ്വിമ്മിങ് പൂൾ ഉണ്ടെങ്കിൽ തന്നെ അത് ബാത്റൂമിന്റെ പുറത്ത് വെക്കണം, ബാത്റൂമിൽ വെച്ചുകൂടാ. എന്തുകൊണ്ട്? ബാത്റൂമിൽ കൂടുതൽ കളിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ബാത്റൂം കളിക്കാനുള്ളതല്ല, പിന്നെ എന്തിനുള്ളതാ? ബാത്റൂം കളിക്കാനുള്ളതല്ല, പിന്നെ എന്തിനുള്ളതാണ്? കുളിക്കാനുള്ളതാണ്. ഖലാസ്, അത്രയുള്ളൂ മറുപടി. ബാത്റൂം കളിക്കാനുള്ളതല്ല, കുളിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഭർത്താവ് വന്നിട്ട് നോക്കുമ്പോ കുട്ടി ബാത്റൂമിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, വെള്ളത്തിൽ കളിക്കാണ്. അവിടൊക്കെ ഗണ്ണൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ തെറിപ്പിച്ചിട്ട് ഇങ്ങനെ കളിക്കാണ്. ഷവർന്ന് ഇങ്ങനെ കുളി കഴിഞ്ഞിട്ടുണ്ട്, കളിക്കാണ്. അപ്പൊ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, ഇതേ കിടാവ് കളിച്ചോണ്ടുള്ളടി ബാബ, തണ്ണിയിൽ കണ്ടില്ലടി ബാബ, എനിക്ക് കളിക്കട്ടുമേ, കളിക്കട്ട് നട്ട സൊറാവുടപ്പ, അടുപ്പുകാരുടെ നട്ട സൊറാവുടു, അത്രത്തോളത്തിൽ കളിക്കട്ട്, അല്ലെങ്കിൽ നക്ക് ഉപദ്രാവുടുമേ എന്ന് കരുതിയിട്ട് ഉമ്മ അടുക്കളയിലെ നിങ്ങളെ പണിയെല്ലാം ഒന്ന് തീരാൻ വേണ്ടിയിട്ട് കുട്ടിയെ കളിക്കാൻ വിടരുത്. കാരണം ബാത്റൂമിൽ കളിക്കണ സ്വഭാവം ആരെ സ്വഭാവം അറിയോ? മഹാന്മാർ പറഞ്ഞു, മിൻ അഖ്ലാഖി ഖൗമി ലൂത്ത്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായും ആക്ഷേപിച്ച ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് ബാത്റൂമിൽ കളിക്കുക എന്നത്. അള്ളാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് കുട്ടികളെ ബാത്റൂമിൽ കൂടുതൽ കളിക്കാൻ വിടരുത്. കുളിക്കാൻ കൊണ്ടുപോവാ, കുളിപ്പിക്ക, വേം വരുത്ത. അപ്പൊ ചിലപ്പോ വേം വരൂല അല്ലെ? കുട്ടികൾ ബാത്റൂമിൽ പോയാൽ വേം വരൂല, ഇല്ല, കുറച്ചു നേരം കളിക്കാൻ നോക്കും. നിങ്ങളവരെ കൊണ്ടുവരണം, കൂടുതൽ കളിപ്പിക്കാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം, അപ്പൊ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ പറഞ്ഞ കുട്ടികൾക്ക് വലിയ സന്തോഷ. എന്നാൽ നിങ്ങൾ ആ തോണിയിൽ പോകുമ്പോ, കപ്പലിൽ പോകുമ്പോ, നിങ്ങൾ കറങ്ങാൻ പോയതാണെങ്കിലോ അല്ലാഹുവിനെ മറന്നിട്ടുള്ളൊരു കറക്കം വേണ്ട. അതുകൊണ്ടാണ് വെള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പോ മഹാന്മാർ
പറഞ്ഞു, നിങ്ങളവിടെ ഒരു ദിക്റ് ചൊല്ലണേ. കടലിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ദിക്റാണ്, വെള്ളത്തിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ദിക്റാണ് ഈ അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യുൽ ഖയ്യൂം. തോണിയിൽ പോകുമ്പോ, ബോട്ടിൽ യാത്ര ചെയ്യുമ്പോ, ഭാര്യയും ഭർത്താവും കുട്ടികളും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോ നിങ്ങൾ അനുഭവിക്കൂ, സാരമില്ല, ആസ്വദിക്കൂ, സാരമില്ല. അതേ സമയത്ത് ആ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പോ നിങ്ങൾ ചൊല്ലേണ്ടുന്ന ദിക്റാണ്, ഔറാദുകളിൽ പെട്ടതാണ് അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യുൽ ഖയ്യൂം. ഇതുപോലെയല്ലേ കപ്പലിൽ കയറുന്ന സമയത്ത് ചൊല്ലേണ്ടുന്ന ആയത്താണ് ബിസ്മില്ലാഹി മജ്റഹാ വ മുർസാഹാ ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. ഹൂദ് സൂറത്തിന്റെ 41ാമത്തെ ആയത്താണത്. അതുപോലെ മറ്റൊരു ആയത്തുണ്ട് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, സൂറത്തുൽ അൻആമിന്റെ 91ാമത്തെ ആയത്താണത്. ഇതുപോലെ 3ാമത്തെ ഒരായത്തുണ്ട് والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. അത് സൂറത്തു സുമറിലെ 67ാമത്തെ ആയത്താണ്. ഈ ആയത്തുകൾ കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഓതേണ്ടുന്ന ആയത്താണ്. അത് സാന്ദർഭികമായി വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ, കടലിന്റെ കാര്യം പറഞ്ഞപ്പോ, കപ്പലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനതങ്ങ് പറഞ്ഞു എന്നേയുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, ചെറുപ്പക്കാരാ, ഈ ദുനിയാവ് എന്നത്